ഹായ് നമസ്കാരം. ഞാൻ റീസെൻ്റ്ലി ഒരു യാത്ര ചെയ്തിരുന്നു ഡബ്ലിനിൽ നിന്നും കൊച്ചിയിലേക്ക്. എത്തിഹാദിൻ്റെ ഈ ഒരു ഫ്ലൈറ്റിലാണ് യാത്ര ചെയ്തത്. യാത്രയൊക്കെ വളരെ സുഖകരമായിരുന്നു എങ്കിലും നിർഭാഗ്യമെന്ന് പറയട്ടെ, എൻ്റെ യാത്രയിൽ സംഭവിക്കാൻ പാടില്ലാത്തത് ഒന്ന് സംഭവിച്ചു. മാനസികമായി ഏറെ വിഷമമുണ്ടാക്കുന്ന കാഴ്ചയാണ് കൊച്ചിയിൽ ഇറങ്ങിയപ്പോൾ എൻ്റെ ലഗേജ് എടുക്കാൻ ബെൽറ്റിലേക്ക് ഞാൻ എത്തിയപ്പോൾ കാണാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ നിങ്ങളുടെ യാത്രകളിലും ഇതേമാതിരി സംഭവിച്ചിട്ടുണ്ടാകാം, ഇല്ലെങ്കിൽ സംഭവിക്കാതിരിക്കട്ടെ. എന്തായാലും ലഗേജ് എടുക്കാനായി ഞാൻ ബെൽറ്റിലെത്തിയപ്പോൾ എൻ്റെ ലഗേജ് വന്നു. പക്ഷെങ്കിൽ ഈ ഒരു അവസ്ഥയിലാണ് എനിക്ക് ലഗേജ് കിട്ടിയത്. എൻ്റെ പെട്ടി പൊട്ടി. അത് ഇനി ഉപയോഗിക്കാൻ പറ്റാത്തൊരു പാകത്തിലാണ് കിട്ടിയത്. അതിൻ്റെ വീലിന് ഡാമേജ് വന്നിരുന്നു. അതിൻ്റെ ഹാൻഡില് വർക്ക് ചെയ്യുന്നില്ല. എയർലൈൻസ് അധികൃതരുടെ അനാസ്ഥ കാരണം ആ ഒരു പെട്ടി മുഴുവനും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് എനിക്ക് കിട്ടിയത്. ഇങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യും? നമ്മൾക്ക് അർഹതപ്പെട്ട നഷ്ടപരിഹാരം വാങ്ങാൻ നമ്മൾ തയ്യാറാണോ? കൃത്യമായ നഷ്ടപരിഹാരം അവർ നൽകും. ഞാൻ ആവശ്യപ്പെട്ട $100 എനിക്ക് കിട്ടുകയും ചെയ്തു. എങ്ങനെയാണ് കിട്ടിയതെന്ന് വിവരിക്കാം. നിങ്ങളുടെ ലഗേജിന് എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ എയർപോർട്ടിൽ വെച്ച് തന്നെ അത് പരിശോധിക്കുകയും അങ്ങനെ ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ബെൽറ്റിന് സമീപം തന്നെ എയർലൈൻസിൻ്റെ സ്റ്റാഫ് ഉണ്ടാകും. ലഗേജിന് വന്നിരിക്കുന്ന ഡാമേജുകൾ അവരെ കൃത്യമായി ബോധ്യപ്പെടുത്തുക, കാണിക്കുക. അവർ ഒരു റിപ്പോർട്ട് ഉടൻ തന്നെ അവരുടെ കൗണ്ടറിലെത്തി നമുക്ക് തയ്യാറാക്കി ഇതുപോലെ തരും. അതിനുശേഷം നമ്മൾ നൽകിയിട്ടുള്ള ഇമെയിലിലേക്ക് 48 മണിക്കൂറിനുള്ളിൽ നമുക്ക് കംപ്ലൈൻറ്റ് ലിങ്ക് തരും. അവിടെ നമ്മുടെ കംപ്ലൈൻറ്റ് വീണ്ടും രജിസ്റ്റർ ചെയ്യുക. അവിടെ നിന്ന് നമുക്ക് മറുപടി ലഭിക്കും. അടുത്ത 28 ദിവസത്തിനോളം നമ്മുടെ പരാതി പരിശോധിക്കുകയും വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ആവശ്യപ്പെടും. എന്നോട് അവർ വീണ്ടും പർച്ചേസ് ബില്ലും ഡാമേജ് വന്ന ബാഗിൻ്റെ പിക്ചറും ഒക്കെ ആവശ്യപ്പെട്ടു. അത് ഞാൻ അവർക്ക് വീണ്ടും ഇമെയിൽ വഴി നൽകി. ഇതേ പ്രകാരം ഇമെയിൽ തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ആവശ്യമായി അവരാവശ്യപ്പെടുന്നത് അയച്ചു കൊടുക്കുക. നിർഭാഗ്യമെന്ന് പറയട്ടെ, അവർ ആ ക്ലെയിം നിരസിച്ചു. അത് എല്ലാവരുടെയും ഒരു സ്ഥിരം പതിവാണ്. അത് ഞാൻ അവർക്ക് മറുപടിയായി അയച്ചു. എനിക്ക് പൂർണ്ണമായ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. എനിക്ക് നഷ്ടപരിഹാരം ആവശ്യമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി. നമുക്ക് നഷ്ടപരിഹാരം തരാതിരിക്കാൻ അവർ പരമാവധി ശ്രമിക്കും. അവിടെ നമ്മൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകരുത്. നമ്മൾ മെയിലുകൾ അയച്ചുകൊണ്ടേയിരിക്കുക, നമ്മുടെ പരാതി അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. ഞാൻ വീണ്ടും അവർക്ക് പെട്ടിയുടെ ചിത്രങ്ങൾ അയച്ചു കൊടുത്തു. ഒടുവിൽ അവർ തെറ്റ് സമ്മതിച്ചു. പെട്ടിയുടെ നഷ്ടപരിഹാരമായി $50 നൽകാമെന്നാണ് അവർ മെയിൽ അയച്ചത്. പക്ഷേ അതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെടാൻ തയ്യാറല്ല. പെട്ടിയുടെ യഥാർത്ഥ വിലയായ $100 ആവശ്യപ്പെട്ടുകൊണ്ട് അവർക്ക് വീണ്ടും ഞാൻ മെയിൽ അയച്ചു. അത് നൽകാൻ അവർ ഒടുവിൽ ബാധ്യസ്ഥരായി, തയ്യാറായി. ഒരു ഇൻ്റർനാഷണൽ യാത്രക്കാരന് അവൻ്റെ ലഗേജിൻ്റെ നഷ്ടമനുസരിച്ച് 1,20,000 രൂപ വരെ ക്ലെയിം ചെയ്ത് വാങ്ങാനുള്ള അവകാശമുണ്ട്. അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ലഭിക്കും. എനിക്ക് 8,500 രൂപയോളം എൻ്റെ അക്കൗണ്ടിലേക്ക് അവർ ക്രെഡിറ്റ് ചെയ്ത് തന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ ഡാമേജ് വന്ന പെട്ടിയുടെ ചിത്രങ്ങളും വീഡിയോകളും എടുക്കാൻ നിങ്ങൾ മറക്കരുത്. ഒപ്പം എനിക്ക് ഒരു ലാഭം ഉണ്ടായത് സാംസണൈറ്റിൻ്റെ പെട്ടിയായിരുന്നു. ഏകദേശം 13,500 രൂപ വിലയുള്ളതായിരുന്നെങ്കിലും 8,500 രൂപയ്ക്കാണ് ഞാനത് വാങ്ങിയത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ തുക വാങ്ങിയത്. എനിക്ക് ഒരു പുതിയ പെട്ടി വീണ്ടും സാംസണൈറ്റിൻ്റെ ഷോറൂമിൽ നിന്നും ലഭിക്കുകയും ചെയ്തു. എൻ്റെ 2 സുഹൃത്തുക്കൾക്ക് മുൻപ് ഇതേപോലെ എയർപോർട്ടിൽ ലഗേജുകൾക്ക് ഡാമേജ് വന്നപ്പോൾ അവർ ഒന്നും മിണ്ടാതെ നേരെ വീട്ടിലേക്ക് പോയി. പിന്നീട് സങ്കടം പറഞ്ഞു. അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടാകാതിരിക്കാനാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കുമായി സമർപ്പിക്കുന്നത്. നിങ്ങൾക്ക് അർഹതപ്പെട്ട, അവകാശപ്പെട്ട ഈ നഷ്ടപരിഹാരങ്ങൾ ചോദിച്ചു വാങ്ങുവാൻ നിങ്ങൾ മടിക്കേണ്ടതില്ല. അത് നിയമപരമായി നമ്മുടെ അവകാശമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ
മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക്